ബാഹുലിനെ കുറിച്ച് പറഞ്ഞത് മാടമ്പള്ളിയിലെ യഥാർത്ഥ സൈക്കോ ബാഹുലാണെന്നുള്ള രീതിയിലൊരു കമന്റ് വന്നിട്ട്. ജൂണും മധുരം കഴിഞ്ഞപ്പോൾ നന്മ മരം ഫീൽ ഗുഡ് മൂവി എന്നുള്ള ടാഗ് തന്നേക്കുമായിരുന്നു. എന്നിട്ട് കേരള ക്രൈം ഫയൽസ് 1 കഴിഞ്ഞപ്പോൾ എല്ലാവരും ശരിക്കുള്ള സ്വഭാവം ഇതല്ലടാ, ഈ ശരിക്കും ക്രൈമിന്റെ അകലത്തൊക്കെ പറഞ്ഞിട്ട്. കിഷ്കിന്ധാകാന്ഡത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുലിന്റെ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ. പ്രഷർ ഉണ്ടായിരുന്നോ എഴുതുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ? ഇല്ല, കാരണം ഇത് എഴുതുന്ന സമയത്ത് കിഷ്കിന്ത ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പഞ്ചാബി ഹൗസ് കോമ്പിനേഷൻ ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ശരിയാണല്ലോ, ഇവർ 3 പേരും ഉണ്ടായിരുന്നല്ലോ അകലൊക്കെ. ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ അമ്മതൊക്കെ തുരുതുരാ വിളിച്ചിരിക്കുന്നു. എന്തിനാണ് എക്സൈറ്റ്മെന്റാ എന്തായിട്ട്. എന്നിട്ട് ഞാൻ വിളിച്ചു അവർക്ക് ഒന്നുമില്ല, ഇന്ന് പെട്ടെന്ന് ഹോട്ട്സ്റ്റാറിൽ നിന്ന് വിളിച്ചിട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഉദയനാണ് നേരത്തിലെ മുകേഷിനെ പോലെ അവിടെ വരും, നല്ലൊരു സാധനം അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ അതിനകത്തൊരു ലൊക്കേഷൻ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ ഇത് എങ്ങനെയും വരണോന്നൊരു ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ ഇവൻ അയ്യോ അതെങ്കിലും എനിക്കറിയത്തില്ല. കേരള ക്രൈം ഫയൽസിന്റെ സംവിധായകൻ അഹമ്മദ് കബീറും തിരക്കഥാകൃത്ത് ബാഹുൽ രമേശുമാണ് ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. ഈ ഏതൊരു കാര്യവും ആദ്യം ചെയ്യുന്ന ആൾക്കാർ ചരിത്രത്തിൽ പിടിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറിലെ ആദ്യത്തെ മലയാളം സീരീസ് അത് വരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ ഇതിൻ്റെ OTT സീരീസിൻ്റെ ഒക്കെ ചരിത്രം നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ സീരീസ് ഏതാണെന്നും അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് സെക്കൻഡ് സീസൺ ആയിട്ടൊക്കെ വന്നത് ഏതാണെന്ന് നോക്കുന്നേരം അഹമ്മദ് കബീറിൻ്റെയും കേരള ക്രൈം ഫയൽസിൻ്റെയും പേര് രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നല്ല അഭിപ്രായങ്ങളും വന്നിരിക്കുന്നുണ്ട് ആഫ്റ്റർ റിലീസ്. സോ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സീരീസ് ഇത്തരത്തിൽ എടുക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് പ്രേക്ഷകരെ ഏറ്റെടുക്കാനും ഉണ്ടായൊരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പം ഭയങ്കര സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇറങ്ങിയിട്ട് 2 ദിവസത്തെ ഇത്രയും റിവ്യൂസ് വരുന്നതിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഇത് ആദ്യം ആക്ച്വലി ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സീസൺ ചെയ്യാൻ നേരം നമുക്കിത് ആദ്യത്തെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഒരു ഓഫർ കിട്ടി നമ്മൾ പോയി കഥ പറയുന്നു. കാരണം കുറേ പേര് കഥ പറഞ്ഞു എന്ന് അറിയായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞ് നമ്മുടെ ആദ്യം ഓണായി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ആദ്യത്തെ വെബ് സീരീസ് എന്ന് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ പറഞ്ഞ പോലെ നമ്മളും ആലോചിച്ച് നോക്കി, ഇതൊരു ഹിസ്റ്ററി ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയും നമ്മളിപ്പോൾ ഹിന്ദിയിലും അവിടെ നിന്നൊക്കെ വെബ് സീരീസ് കാണുമ്പം അതേ ക്വാളിറ്റി മാച്ച് ചെയ്യുന്നൊരു സാധനം, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം എന്തായാലും അങ്ങനെ ഇത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സീസൺ 1 സംഭവിച്ചത്. സീസൺ 1 സക്സസ് വന്നപ്പോൾ അവർ ആദ്യം തന്നെ അതേ ഒരു വർഷത്തിലെ ഗ്യാപ്പിൽ സീസൺ 2 വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം അങ്ങനെ അതും ആക്ച്വലി ചരിത്രമാണ്. മലയാളത്തിൽ സീസൺ 2 ആദ്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ആൻഡ് സീസൺ 2 ചെയ്യാൻ നേരം നമുക്ക് സീസൺ 1 നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് കുറേ കാര്യങ്ങൾ, അതെല്ലാം സീസൺ 2 വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബാഹുൽ വരുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ റിവ്യൂസ് വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നമ്മളിപ്പം ഈ റിവ്യൂസ് വരുമ്പം വായിക്കുന്നുണ്ട്. ആക്ച്വലി ഭയങ്കര സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ജൂൺ പിന്നെ മധുരം ഇതെടുത്ത സംവിധായകൻ കേരള ക്രൈം ഫയൽസ് എടുക്കുന്നു എന്ന് അനൗൺസ്മെന്റ് വന്ന സമയത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അഹമ്മദ് കബീറോ ക്രൈമോ എന്നുള്ള സാധനം. കാരണം ജൂൺ പോലെ ഒരു സിനിമ, പിന്നെ മധുരം പോലെ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, അങ്ങനെ ചില സംവിധായകർക്ക് നമ്മൾ ആദ്യം ഒരു ഇയാൾക്ക് ഇതായിരിക്കും ജോണർ എന്ന് പറയുന്നത്. അങ്ങനെ ഓഡിയൻസിനെ ഞെട്ടിച്ചിട്ടാണ് ഫസ്റ്റ് സീസണും ഇപ്പോൾ സെക്കൻഡ് സീസണും വന്നിട്ടുള്ളത്. ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊക്കെ അനൗൺസ് ചെയ്ത ജൂണും മധുരം കഴിഞ്ഞപ്പോൾ നന്മ മരം ഫീൽ ഗുഡ് മൂവി എന്നുള്ള ടാഗ് തന്നേക്കുമായിരുന്നു. എന്നിട്ട് കേരള ക്രൈം ഫയൽസ് 1 കഴിഞ്ഞപ്പോൾ എല്ലാവരും ശരിക്കുള്ള സ്വഭാവം ഇതല്ലടാ, ഈ ശരിക്കും ക്രൈമിന്റെ അകലത്തൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്നത് ത്രില്ലർ സീരീസ് ആണ് ഉറപ്പായിട്ടും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 1ന്റെ കഥ വന്നപ്പോൾ നമുക്ക് അത് ആക്ച്വലി ഒരു മൂവി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്ലോട്ടേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഒറിജിനൽസ് പോലെയോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് കണ്ടന്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയെന്ന് മാറ്റി വെച്ചതാ. അപ്പോൾ ഈ ഓഫർ വന്നപ്പോൾ നമ്മൾ പോയി ചെയ്തതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഫ്രാഞ്ചൈസിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു പോലീസ് റിലേറ്റഡ് ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫ്രാഞ്ചൈസിലൂടെ ചെയ്യാമല്ലോ. അതിൻ്റെ അപ്പുറത്തെ മൂവിയുടെ ഇതിൽ നമുക്ക് വേറെ ജോണേഴ്സും ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ജോണർ ഷിഫ്റ്റ് ചെയ്യാനേ. സെക്കൻഡ് സീസൺ അനൗൺസ് ചെയ്ത സമയത്ത് അതൊരു ഫസ്റ്റ് സീസണിൻ്റെ തുടർച്ച എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ സെയിം ഹൈപ്പായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് ആയിട്ട് വരുന്ന സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം. ഒരേ സമയം അതൊരു ആളുകൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്, അതേസമയം കുറച്ചൊരു ബാധ്യതയും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് സീസൺ ആണ് ഇതെന്ന്. അതേപോലെ ബാഹുലിൻ്റെ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ. ഈ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ എഴുതുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ? ഇല്ല, കാരണം ഇത് എഴുതുന്ന സമയത്ത് കിഷ്കിന്ത ഇറങ്ങിയിട്ടില്ല.
ഓക്കെ, ഇതാണ് ആദ്യം എഴുതിയത്. ഒരു പോയിന്റ് ഇത് അല്ലല്ല, കിഷ്കിന്ധയുടെ ഷൂട്ട് കഴിഞ്ഞതിന്റെ വെരി നെക്സ്റ്റ് മന്ത് ആണ് ഇത് എഴുതുന്നത്. ആ. കിഷ്കിന്ധയുടെ ഷൂട്ട് പാക്കപ്പ് ആവുന്ന ദിവസമാണ് എന്നെ അഹമ്മദ് എന്നെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ സീസൺ 2 ചെയ്യുന്നുണ്ട്, ഉം. നിനക്ക് നീ ഇൻട്രസ്റ്റഡ് ആണോ, നമുക്ക് ഒരുമിച്ച് ചെയ്താലോ എന്നുള്ള ഇതിൽ പറയണേ. പാക്കപ്പ് ആവുന്ന ദിവസമാണ്, ഓർമ്മയുണ്ടോ, പാലക്കാടുള്ള വിളിച്ചിട്ട്. സോ അതിന്റെ നെക്സ്റ്റ് മന്ത് ആണ് ഇത് എഴുതുന്നത്. സോ അത് എഴുതുന്ന സമയത്ത് കിഷ്കിന്ധയുടെ ഒന്നും തുടങ്ങിയിട്ടില്ല. ആക്ച്വലി കിഷ്കിന്ധയുടെ ഫൈനൽ എഡിറ്റിംഗിന് മുന്നേ ഇതിന്റെ ഷൂട്ട് മൊത്തം കഴിയുകയും ചെയ്തായിരുന്നു. ഉം. ഒരു പോയിന്റിൽ കിഷ്കിന്ധയുടെ റിലീസ് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഏത് സമയത്തായിരിക്കും എന്നുള്ള ഒരു പോയിന്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നു, ഇനി KCF ആദ്യം ഇറങ്ങുമായിരിക്കും. സോ എനിക്ക് രണ്ടും ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എനിക്കപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. കിഷ്കിന്ധയുടെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിലും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ഇതിന് ഇപ്പം സീരീസ് എഴുതുന്ന സമയത്ത് 6 എപ്പിസോഡ്, ഈ ഓരോ എപ്പിസോഡിനും ഒരു ഏറ്റവും അവസാനം ഒരു ഹുക്ക് പോയിന്റ് വേണം. പിന്നെ ഇതിൻ്റെ തുടങ്ങുന്ന സമയത്തൊരു ചിലപ്പം ഡയറക്റ്റ് ഇതിൻ്റെ തുടർച്ചയായിരിക്കില്ല, മറ്റൊരു കാര്യം പറഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഇപ്പം ഈ സീരീസിലെ ഓരോ എപ്പിസോഡും അങ്ങനെയാണല്ലോ. ഇപ്പം ഒരു വേറൊരു പാരലൽ സ്റ്റോറിയും കൂടി ആദ്യം കാണിച്ചിട്ടായിരിക്കും, ടൈറ്റിൽ കാർഡും കാണിച്ചിട്ടായിരിക്കും ചിലപ്പം ഏറ്റവും അവസാനിപ്പിച്ചെടുത്തുന്നുള്ള തുടക്കം വരുന്നത്. അപ്പം ഈ ഒരു റൈറ്റിംഗ് പാറ്റേൺ ബുദ്ധിമുട്ടായിരുന്നു അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട് റൈറ്റിംഗ്? ഇപ്പം സിനിമയുടെ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം കിഷ്കിന്ധയിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങ് എഴുതി പോയാൽ മതി. പക്ഷേ ഇതിൽ നമുക്ക് ഓരോ എപ്പിസോഡിലും ആളുകളെ ഇൻട്രസ്റ്റ് ചെയ്യണം, അതിനൊരു ഒരു ഹുക്ക് പോയിന്റ് ഏറ്റവും അവസാനം തൊട്ടടുത്ത എപ്പിസോഡ് കാണാൻ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹുക്ക് പോയിന്റും കൂടി വെക്കണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, കാരണം എനിക്ക് ഈ രണ്ട് രീതികളും അറിയില്ലായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ രീതികളും അറിയില്ല, അതിന്റെ റൂൾസോ ഗ്രാമേഴ്സോ അറിയില്ല, സീരീസിന്റെ അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ആയിരിക്കണോ അത് അങ്ങനെ ആയിരിക്കണോ, അങ്ങനെ അതൊന്നും ആയിരിക്കുമോ ശരി എന്നുള്ള രീതിയിലുള്ള കോൺഷ്യസ് അവയർനെസ് ഇല്ല. അതുകൊണ്ട് അതിന് ബോധർ ചെയ്തിട്ടുമില്ല. വെറുതെ അതാലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്തിനാ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കുക എന്നുള്ള ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തിട്ട് എങ്ങനെ പോകാം. അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ തിരുത്താലോ, അല്ലെങ്കിൽ വായിച്ചിട്ടാകുമ്പോൾ നമുക്ക് പറയുമല്ലോ എടാ ഇതിങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക എന്നാൽ ഇതാകുള്ളൂ എന്നുള്ളത് പുള്ളി കറക്ഷൻ പറയുമായിരിക്കുമല്ലോ, അപ്പം വേണമെങ്കിൽ തിരുത്താം. സോ റൈറ്റ് നൗ നമുക്ക് തോന്നുന്ന പോലെ ഇപ്പോൾ ചെയ്തു പോകാന്നുള്ള ഇത് തന്നെയാണ് സിനിമയുടെയും നോക്കിയത് ഇതും പോയത്. പിന്നെ ഈ പറഞ്ഞ ഒരു ഫോമാറ്റ് അധികം കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് എനിക്ക് ആക്ച്വലി അങ്ങനെ വേണമെന്ന് അധികം താല്പര്യം ഇല്ലായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ടെംപ്ലേറ്റ് പ്രകാരം ഒരു ഒബ്ലിഗേഷൻ പോലെ ഇന്ന സമയത്ത് ഇന്നത് നടക്കണം, ഇന്നത് ഇതുപോലെ ആയിരിക്കണം, ഇന്ന ക്യാരക്ടറിന് ഇങ്ങനെ ഉണ്ടാവണം, അവസാനത്തുമ്പോൾ ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുന്ന റൂൾ ബുക്ക് ചെക്ക് ബോക്സ് ഇഫ് പോസിബിൾ പറ്റാവുന്നിടത്തോളം ഒന്ന് ഒതുക്കി വെക്കണം, അത് ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ള പോയിന്റുകൾ, ഇപ്പോൾ ക്ലിഫ് ഹാങ്ങേഴ്സ് ആണെങ്കിൽ പോലും ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള പരിപാടികളല്ലാതെ കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സോളിഡ്നെസ് ഫീൽ ചെയ്താൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. അത് വന്നിട്ടുണ്ടോ എന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ടായിരുന്നു ശ്രമം എന്ന് പറയായിരുന്നു. അപ്പോൾ ഈ തുടക്കത്തിലത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ കണ്ടന്റ് മെയിൻ പ്ലോട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിന് കോൺട്രാഡിക്ടറി ആയിട്ട് വരുന്ന ഒരു പാരലൽ ട്രാക്ക് ടൈറ്റിലിന് മുന്നേ വെക്കാന്നുള്ളതൊന്നും അതൊന്നും അങ്ങനെ പ്ലാൻഡ് ഒന്നുമല്ല. ആക്ച്വലി ഇത് എഴുതി തുടങ്ങിയത് അമ്പിളി രാജുയുടെ ബസ്സിലുള്ള സീൻ വെച്ചിട്ടാണ് സീൻ എഴുതി തുടങ്ങിയത്. പിന്നെ 2-3 സീൻ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഓക്കെ ടൈറ്റിലിന് മുന്നേ ഇങ്ങനൊരു സാധനം കൊണ്ടുവയ്ക്കാം എന്നുള്ളത്. അപ്പോഴും അത് എന്തിനാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്, ഇത് മെയിൻ പ്ലോട്ടിലേക്ക് ഇത് കണക്ട് ആവാൻ പോകുന്നുണ്ടോ എന്നുള്ളതൊന്നും അപ്പോൾ ബോധേഡല്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ ആർക്കും വായിക്കാൻ കൊടുത്തിട്ടില്ലല്ലോ, എഴുതി കഴിഞ്ഞിട്ടുമില്ല. സോ എഴുതി പോകുമ്പോൾ അതിന് റെലവൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കാം. ഇനി മുട്ടിക്കാൻ പറ്റിയില്ല, ഈ ഡെവലപ്പ് ചെയ്ത് പോകുന്നത് വേറൊരു സ്റ്റോറി ലൈനിലേക്കാണെങ്കിൽ അതെടുത്തങ്ങ് കളയാം എന്നുള്ളൊരു ഇതിലാണ് ഒരു തോന്നിയവാസം. ഓക്കെ, കാസ്റ്റിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഭയങ്കര കുറേ പോസ്റ്റുകൾ ഇതിൽ ഓരോ കാസ്റ്റിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഇപ്പം നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സും അറിയാത്ത ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഫസ്റ്റ് പാർട്ടിലുള്ള അജുവിൻ്റെയും ലാലിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇപ്പം സാധാരണ അത്തരത്തിൽ ഇപ്പം ചില സിനിമകളുടെ ഒക്കെ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് ബോധപൂർവം ഒരു ക്യാമിയോ റോൾ കൊടുത്തിട്ടൊരു ചിലപ്പം ഒട്ടും പിന്നെ കണക്ട് ചെയ്യാത്തടുത്ത് മിസ്ഫിറ്റ് ഒക്കെ ആയിട്ട് ഇതേപോലെ ക്യാരക്ടേഴ്സ് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ സമയത്തൊക്കെ കറക്റ്റായിട്ട് വരുന്ന ഒരു ഫിറ്റിംഗ് ആയിട്ടാണ്. അപ്പം പുതിയ ക്യാരക്ടേഴ്സും പഴയ ക്യാരക്ടേഴ്സിനെയും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? മെയിനായിട്ട് ഇപ്പോൾ ബാഹുലിനോട് ഇത് പറയാൻ നേരം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആകെ പറഞ്ഞത് ഈ ക്യാരക്ടേഴ്സ് വരണം, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഉറപ്പായിരുന്നു ഒരു പുതിയ ആള് എന്തായാലും ഉണ്ട്, എന്നിട്ട് ഇവരെ ജോയിൻ ചെയ്താൽ മതി എങ്ങനെയും, അല്ലാതെ ഇവർ ത്രൂ ഔട്ട് വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലാൽ സാർ അജിച്ചേട്ടൻ മെയിൻ ക്യാരക്ടേഴ്സ് എവിടെയെങ്കിലും വരണം,
അത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ അവർ തന്നെ വന്ന് ഇത് അന്വേഷിക്കണം. നമ്മൾ കേരള പോലീസിൻ്റെ കഥയാണ്, കേരള ക്രൈം ഫയൽസ്. അപ്പം അത് എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ നടക്കുന്ന കഥയാവാം, എങ്ങോട്ടും പോവാം അങ്ങനെ. അപ്പോൾ നമ്മളൊരു പുതിയ ആളെ കൊണ്ടുവരാം ഈ യൂണിവേഴ്സിലേക്ക്, ഒരാളെയും കൂടെ കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി എല്ലാവരും ഉണ്ട്. ഇത് ആദ്യമേ നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ബാഹുൽ എഴുതി വന്നപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അത് കറക്റ്റായിട്ട് നമ്മളത് പ്ലാൻ ചെയ്തതല്ല. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അജു ചേട്ടൻ ഈ എപ്പിസോഡിലാണ് വരുന്നത്, ലാൽ സാറ് അവിടെ നിന്നുണ്ട്, അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്ത് അങ്ങ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് ബ്ലെൻഡ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ജെർക്കോ അല്ലെങ്കിൽ ഇന്നൊരാൾ വരാൻ പോവാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ഓർഗാനിക്കായിട്ട് വരുന്ന പോലെ ഉണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. വെള്ളിത്തിരയിലെ ഹിറ്റ് ജോഡിയാണ് ഹരിശ്രീ അശോകൻ പിന്നെ ഇന്ദ്രൻസ് എന്നുള്ളത്. പഞ്ചാബി ഹൗസ് ആയാലും കോമഡിയുടെ ഒരു ഹിറ്റ് ജോഡിയാണ് അവരെ ഇത്തരത്തിലൊരു പിന്നെ സീരീസിൽ ഈ തരത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലും രണ്ടുപേരെയും പ്ലേസ് ചെയ്യുന്നു, അവരവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്ത രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ചില ആക്ടേഴ്സ് അഭിനയിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സീനിൽ ഈ ഇമോഷനിൽ മിക്കവാറും ഇവരിങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യാന്ന് നമ്മൾ കുറേ സിനിമകൾ കാണുന്നേരം നമുക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷേ അത്തരം ധാരണകളൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ളത്. ഇവരെ പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നോ ഇവരെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പെർഫെക്റ്റ് ഇവരായിരിക്കുമെന്ന് തോന്നിയതാണ്? സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ട്രിവാൻഡ്രം സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അതർ കാസ്റ്റിംഗ് എല്ലാം ട്രിവാൻഡ്രത്ത് പോയി അവിടെ ഉള്ളവരാണ് ഒരു 10-60 പേരെ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത്. ഈ അമ്പിളി രാജു ട്രിവാൻഡ്രം സ്ലാങ് വേണമെന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഇന്ദ്രൻ സേട്ടിലേക്ക് എത്തുന്നത്. പിന്നെ രണ്ടാമത് ഇന്ദ്രൻ സേട്ടൻ മിസ്സിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഫീൽ ഉറപ്പായിട്ടും വരും ഇന്ദ്രൻ സേട്ടന്. അതാണ് ആ ക്യാരക്ടറിലേക്ക് പോകാനുള്ള കാരണം. ഹരിശ്രീ അശോകൻ്റെ വന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ അർജുൻ അശോകൻ്റെ അവരുടെ വീട്ടിൽ പോയി അർജുനെ കാണാൻ വേണ്ടി പോയിട്ട് അപ്പോൾ വാല് പറഞ്ഞ അശോകൻ ചേട്ടനാ. അപ്പോൾ എന്നെ നോക്കി ഒരു ചിരി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെന്താ ഒരു നമുക്ക് അങ്ങനെ തിരിച്ച് പോകാൻ നേരം ബൈ പറയാൻ നേരവും പറഞ്ഞുകൊണ്ട് ജൂൺ കണ്ടതിനെ കുറിച്ചും മധുരം കണ്ടതിനെ കുറിച്ച് കുറച്ച് നേരം മിണ്ടിയപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ആലോചിച്ചു. കാരണം ഞങ്ങൾ അയ്യപ്പനെ അപ്പം കാസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ബാഹുലിനെ വിളിച്ചു. എടാ ഹരിശ്രീ അശോകൻ ഇങ്ങനെ താടിയൊക്കെ എടുത്ത് മീശ വെച്ചേക്കാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, ഒന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. കാരണം ഇതിനകത്ത് ആ സ്ട്രക്ചർ, ആ ക്യാരക്ടറിൻ്റെ സ്ട്രക്ചറും അതിന് പ്ലേസ് ചെയ്ത രീതിയെല്ലാം അങ്ങനെ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആവുന്നുണ്ട്. അല്ലാതെ ഇപ്പം എല്ലാവരും പഞ്ചാബി ഹൗസ് കോമ്പിനേഷൻ ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളത് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ശരിയാണല്ലോ, ഇവർ 3 പേരും ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ. ആ സമയത്ത് അങ്ങനെ അത് പ്ലാൻഡ് അല്ലായിരുന്നു. ബാഹുലിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സർക്കിളിൽ സംസാരിച്ച സമയത്ത് ബാഹുലിനെ കുറിച്ച് പറഞ്ഞത് മാടമ്പള്ളിയിലെ യഥാർത്ഥ സൈക്കോ ബാഹുലാണെന്നുള്ള രീതിയിലൊരു കമൻറ്റ് വന്നിട്ട് ഇതൊരു കാരണമായിട്ട് പറഞ്ഞത് ആണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പം കിഷ്കിന്ത അവസാനിക്കുന്ന സമയത്തും ഓഡിയൻസിന് കുറേ ചോദ്യങ്ങളും അവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ആസിഫ് അത് യഥാർത്ഥത്തിൽ പറഞ്ഞ കഥയാണോ, അല്ലെങ്കിൽ ആസിഫ് ഇനി കള്ളത്തരം കാണിക്കുകയാണോ, ഓഡിയൻസിന് അങ്ങനെ ചിന്തിക്കാനുള്ളത്. പക്ഷേ എന്നാൽ പോലും ഒന്ന് പൂർണ്ണമാവാത്ത രീതിയിലല്ല ഓഡിയൻസ് ഭയങ്കര സംതൃപ്തിയോട് കൂടിയാണ് ആ സിനിമ കാണുന്നത്. അതിനുശേഷം ഇങ്ങനെ ചിന്തിക്കാൻ ഈവൻ ക്രൈം ഫയൽസിലും ഇങ്ങനെയാണ്. കുറേ ചോദ്യങ്ങൾ ഓഡിയൻസിലേക്ക് ഇടുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ പല രീതിയിൽ അത് കണക്ട് ചെയ്യാം, ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നുള്ള സാധനം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനത്തിൻ്റെ അകത്ത് ബാഹുൽ ഒരു ഹൈ അനുഭവിക്കുന്നുണ്ടോ? ഐ മീൻ ഓഡിയൻസിന് ഇങ്ങനെ ഒരു ചോദ്യവും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ട് കൊടുക്കുന്നതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണ്. കുറച്ച് കണ്ടു കഴിഞ്ഞിട്ട് അപ്പം തന്നെ കാണാൻ കേട്ടോ, അങ്ങനെയുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലതോ മോശമോ എന്നുള്ള വിധി എഴുതിയിട്ട് ഇനി ആ സിനിമയെക്കുറിച്ച് മറന്നേക്കാം എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യാതെ കണ്ടു കഴിഞ്ഞിട്ടും കുറച്ച് നേരം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അത് അങ്ങനെയാണെങ്കിലോ ഇത് ഇങ്ങനെയും വായിക്കാമല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ പ്രസ്റ്റീജ്, അല്ലെങ്കിൽ ഇപ്പോൾ സിക്കാരിയോ, ഡെനി വില്ലനുവയുടെ മിക്ക പടങ്ങൾ, സിക്കാരിയോ, അറൈവൽ, പ്രിസണേഴ്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒന്നിനും ഉത്തരം നൽകാതെ അല്ല നിൽക്കുന്നത്, എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഈവൻ ഓഡിയൻസിന് വേണമെങ്കിൽ അങ്ങനെ മറ്റൊരു അവർക്ക് perspective ൽ അത് കാണാൻ പറ്റും. ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അങ്ങനെ ആയിക്കൂടെ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാം. എങ്ങനെയായാലും വേണ്ടിയില്ല. ആഫ്റ്റർ വാച്ചിങ് ഓൾസോ നമ്മളെക്കുറിച്ച് കുറച്ച് നേരത്തേക്ക്, ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും അതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ലത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് നേരം കൂടെയൊക്കെ അവരുടെ ടോക്കിൽ ഉണ്ടാവുക, അവശേഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ കണക്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ എല്ലാത്തിനും ഉത്തരവുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ഈ പേജും ആ പേജും ഈ പോയിന്റും ആ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളൂ. ചിലപ്പോൾ 3-ാമത്തെ എപ്പിസോഡിലോ 4-ാമത്തെ എപ്പിസോഡിലൊക്കെ പറയേണ്ട ചില ഡയലോഗുകളൊക്കെ ആയിരിക്കും വേറൊരു എപ്പിസോഡ്സിലത്തെ ചില പ്ലോട്ടിലേക്ക് അണ്ടർലൈൻ ചെയ്യുന്ന ഡയലോഗ്സ്. അങ്ങനെ ഒരു ക്രോസ് റെസണേറ്റിംഗ് ഫിലോസഫീസ് എന്നൊക്കെ പറയണ പോലത്തെ
ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല, എവിടെ വായിച്ചാണേ. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ മറ്റേ ഒരു തമിഴ് ഉം. എൽഡർലി പേഴ്സൺ മറ്റേ ഉം. കോയമ്പത്തൂർ ജയിലിലുള്ള ആൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഉം. എന്താണ്, പവർ இருக்கிறவனுக்கு தான் சார் இங்கே ரெஸ்பெக்ட், அது பவர் என்னோட காண்டாக்ட்ஸ் தான் என்னோட പവർ. ഉം. അത് ആ ഫിലോസഫി അപ്ലൈസ് ടു ഉം. മറ്റ് ക്യാരക്ടേഴ്സ് ഓൾസോ. അതെ. അപ്പോൾ അതുപോലെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവരവർ പറയുന്നത്. ഇപ്പോൾ സ്റ്റെഫി, നൂറും ചെയ്ത സ്റ്റെഫി പറയുന്ന പല കാര്യങ്ങളും മറ്റ് പല ക്യാരക്ടേഴ്സിൻ്റെയും ഐഡിയോളജി ആയിട്ട് അനലോഗസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ, പൊതുവെ പോലീസ് സ്റ്റോറി വരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമാനായ പിന്നെ ഒരു പോലീസുകാരൻ അയാളുടെ ബുദ്ധിയിൽ പലതും കണ്ടെത്തുന്നു. പിന്നെ സഹപ്രവർത്തകരോട് ഇപ്പോൾ ഒരു തമാശക്ക് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് നാടകീയമായിട്ട് ഇഷ്ടം. പക്ഷേ ക്രൈം ഫയൽസിലേക്ക് വരുന്ന സമയത്ത്, ഈവൻ സീസൺ 2 വരുന്ന സമയത്ത്, ഇത് ടീം വർക്കാണ്. കേരള പോലീസിൻ്റെത് ടീം വർക്കാണ്. അത് പലതരം ആളുകൾ കൂടി ചേർന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഒരു ഡയലോഗ് പോലും ഉണ്ട്, സാറിന് അത് തോന്നിയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ആ ASIയുടെ ക്യാരക്ടറിനോട് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവൻ ഈ ASIയുടെ ക്യാരക്ടർ തൃശ്ശൂർ പോയിട്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന അവർ പെർഫെക്റ്റ് ആയിട്ട് അത് കവർ ചെയ്യുന്നു. പക്ഷെ തിരിച്ചു വന്നിട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് പോലും ഈ ASI ആണ്. അവരെന്തോ പിടിച്ചു വെച്ച് സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിലൊരു പക്ക ടീം വർക്കാണ് ഇൻവെസ്റ്റിഗേഷനും. ഇതിലൊരു ഭയങ്കര ഹീറോ ഉണ്ടോയെന്ന് വെച്ചാൽ ഹീറോ ഉണ്ട്, എന്നാൽ പോലും ടീം വർക്കായിട്ടാണ് ഇത് എഴുതി പോയിട്ടുള്ളത്. അത് എഴുതുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിരുന്നു ഇങ്ങനെ ആയിരിക്കണം ഇൻവെസ്റ്റിഗേഷൻ, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളൊരു സാധനം. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അതിപ്പോൾ സബോർഡിനേറ്റ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ഇനി അതല്ലാതെ ഇതിൽ വെറുതെ വന്നു പോകുന്ന സസ്പെക്ട് ലിസ്റ്റിലായിട്ട് വന്നു പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇനി വില്ലനസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ എല്ലാവരും കോമൺ സെൻസോടെ ചിന്തിക്കുകയും സെൻസിബിളായിട്ട് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കണം. ഈ കുട്ടൻപിള്ള പോലീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ എല്ലാ സിനിമയിലും ഉണ്ടാവല്ലോ. കോൺസ്റ്റബിൾ ഇപ്പൊ കുട്ടൻപിള്ള. ഇതില് ഇപ്പൊ ഫോർത്ത് എത്രത്തോളം ആൾക്കാർ ഇത് ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എന്നുള്ള അർത്ഥത്തിലല്ല പറയണേ, ഞാൻ ശ്രമിച്ച ശ്രമം എന്നുള്ള രീതിയിലാണ് പറയണേ. ഫോർത്ത് എപ്പിസോഡിൽ അരൂര് റെയിൽവേ പാർക്കിങ്ങിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോള് നോബിളിനെ അർജുനെ വിളിക്കുന്നുണ്ട്. ഒരു ആ പടത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അത് വിളിക്കണേ. ഞാൻ വിളിച്ചിട്ട് അയാൾ ഡിഡക്ട് ചെയ്ത് പറയുന്ന പോലെയാണ് ഒരു പോയിന്റ് പറയുന്നത്. നോബിൾ ചിന്തിക്കുന്നതിന് മുന്നേ ആ CPO റാങ്കിലുള്ള അയാൾ ഡിഡക്ട് ചെയ്തിട്ട് അയാളൊരു ഫൈൻഡിങ്സ് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കൈപോലെ അയ്യപ്പൻ പോലീസുകാരെക്കാളും മുന്നേ ശേഷൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ പോലീസുകാരെക്കാളും മുന്നേ കാലേക്കൂട്ടി കുറേ കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കുറച്ച് സെൻസിബിളായിട്ട് പെരുമാറുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അതിബുദ്ധിമാനല്ലാത്ത പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അതിബുദ്ധിമാനല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതിൽ ഞാൻ ആലോചിച്ചത് ഇപ്പോൾ നോബിൾ ഞാൻ പോലീസുകാരനായാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് നോബിളിനെ ആലോചിച്ചിരിക്കുന്നത്, കൺസീവ് ചെയ്തിരിക്കുന്നത്. പെരുമാറ്റം എങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. മൊത്തത്തിൽ അങ്ങനെയൊന്നല്ല, എന്നാലും ഒരു ആർക്കിടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഞാനായിരുന്നു നോബിളെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എന്നുള്ള രീതിയിൽ ആയിരുന്നു പറയുക. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. എന്നിപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ എന്തിനാ പിന്നെ നമ്മുടെ തന്നെ പേരിട്ട പോരുന്നല്ലോ. കാരണം പല ഇൻസിഡൻസ് ഇപ്പം അതിൽ നോബിൾ ഫസ്റ്റ് മറ്റേ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അലർജിയുടെ കാര്യം പറയുന്നത് അതെൻ്റെ അച്ഛന് സംഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ വീട്ടിലൊരു സ്പിറ്റ്സ് ഉണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അവനപ്പം വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛനെ ഈ പറഞ്ഞവർ തുമ്മൽ അലർജി പരിപാടിയായിട്ട് അവർ ചോദിച്ചാണ് പുറത്താക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അലർജി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫ് ചിഞ്ചുവിൻ്റെ എവിടേക്ക് ചില എസൻസ് നൂറും ചെയ്ത ക്യാരക്ടറിലുണ്ട് അവൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ. ആർഗ്യുമെൻ്റ് അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആർഗ്യുമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അതല്ല. പക്ഷെ അവൾ പറഞ്ഞ ഇപ്പോൾ ഡോഗിന് വയ്യാതായി കഴിഞ്ഞാൽ അവൾ മൂടോട്ടാവും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ, റയർ ആയിട്ടൊന്നും അല്ല പറഞ്ഞല്ല. പക്ഷെ പറഞ്ഞവർ അവനൊന്നും കഴിക്കുന്നില്ലെന്നേ, ഉച്ചയ്ക്ക് ഇട്ടൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൺസേൺഡ് ആവാറുണ്ട്. യെസ്, അങ്ങനെ. അപ്പം അതുപോലെ തന്നെ നോബിളിനെ ഞാൻ അതുപോലെയാണ് ആലോചിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉള്ള ബുദ്ധിക്കുറവാണ്, അതുകൊണ്ടാണ് പ്രൊട്ടാഗണിസ്റ്റും വലിയ ബ്രില്യൻ്റ് ആവാതിരുന്നത്. ഇപ്പം പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡയലോഗ്സ്, അതും കൂടെ ക്ലാരിറ്റി പറയാം. ഈ ഷാജുബായിയുടെ അടുത്ത് പറയുന്ന ആ ഡയലോഗ്സ്, അത് ആക്ച്വലി ഞാൻ സിനിമാറ്റോഗ്രഫി ചെയ്യാൻ പോണ വർക്കുകളിൽ ഞാൻ എൻ്റെ ക്രൂവിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ള
സിനിമാറ്റോഗ്രഫി ടീമിലുള്ള അസോസിയേറ്റ്സ് അസിസ്റ്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള എഡീസും ഉണ്ട്, അവരുമായിട്ട് നല്ല കമ്പനി ആയിരിക്കും. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഞാൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ പറയുന്ന എക്സാക്ട് ഡയലോഗ്സ് ആണത്. എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയണം, ഈഗോയും ഹയറാർക്കിയും നോക്കുന്ന പരിപാടി ഇല്ല, എൻ്റെ മൈൻഡിൽ നിന്ന് ചിലപ്പോൾ ഒന്നും ഓടിയെന്ന് വരില്ല, നമ്മൾ ചിലപ്പോൾ ഷൂട്ടിങ്ങിന് ഇതിൽ പെട്ടെന്ന് തീർക്കണം, ലോജിസ്റ്റിക്സ് പരിപാടികളൊക്കെ ആലോചിച്ചിട്ട് എല്ലാം കൺസേൺ നമ്മളിതിൽ വരണം, നിങ്ങൾ കൃത്യമായിട്ട് കാട്ടിക്കോണം, നമുക്ക് പറയിപ്പിക്കാണ്ട് പോകണം എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത് പറയാം, ആ എക്സാക്ട് ഡയലോഗ്സ് ആണ് നോവലിൽ പറഞ്ഞേക്കുന്നത്. സീസൺ 1 ആയാലും 2 ആയാലും ഡയറക്റ്റ് ആയിട്ട് പറയാതെ എന്നാൽ ഓഡിയൻസിലേക്ക് എത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, സാധാ പോലീസുകാരുടെ പ്രശ്നങ്ങൾ, ഈവൻ ഫോഴ്സിന്റെ അകത്ത് തന്നെയുള്ള ഈവൻ ജാതീയത, ഇതൊക്കെ തന്നെ 2 സീസണിലും, ഇപ്പം ഫസ്റ്റ് സീസണിൽ ജാതീയത നമ്മൾ കാണിക്കുന്നുണ്ട്, സെക്കൻഡ് സീസണിൽ അവരുടെ വർക്ക് പ്രഷർ, ഇത്തരം സാധനങ്ങളൊക്കെ ഒരു പോലീസ് നരേറ്റീവിലോ കൂടി ആണെങ്കിൽ പോലും ഓഡിയൻസും കൂടി ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഈവൻ വേണമെങ്കിൽ നിങ്ങൾക്കത് കഥയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം കൂടിയില്ല, പക്ഷെ അങ്ങനെ ഒരു ബോധപൂർവം അങ്ങനെ ഒരു എലമെന്റ്സും കൂടി അഹമ്മദ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിന് റെഫറൻസും സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പോലീസുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് സീസണിന്റെ റൈറ്റർ ആഷിക്കുമായിട്ട് നമ്മൾ വേറൊരു കഥ ചർച്ച ചെയ്തപ്പോൾ ഇതുപോലെ സെൻട്രൽ സ്റ്റേഷനിൽ വിജയ് ശങ്കർ എന്ന് പറഞ്ഞ സിയർ പുള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഇൻസിഡൻറ്റ്, അതായത് നമുക്ക് കഥയിലൊരു കോമഡി ആയിട്ടുള്ള ഒരു സാധനം വേണം. ഞാൻ ഒരു കോമഡി അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകും. പുള്ളി ഇവിടെ കോമഡി ഒന്നുമില്ല, ഇവിടെ ഫുൾ സീരിയസ് കേസാണെന്നുപോലെ പുള്ളി അന്വേഷിച്ച ഒരു കേസ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കേസ് പറഞ്ഞു. അതിനകത്ത് ഇതായിരുന്നു ഷിജു പാറയിൽ വീട് എന്ന് തന്നെ ആ സംഭവം വന്നത്. അപ്പം ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്ന മൊത്തം സൂപ്പർ കോപ്പ് യൂണിഫോം ഇട്ട് കഴിഞ്ഞ ഒരു പവർ, അങ്ങനെ ഇവരെ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ കസിൻ ചേട്ടന്മാർ ഈ വൈബ് അടിക്കുന്നത്. കാരണം ഇവരെന്നെ അവിടെ കാണുന്നു, ഇവർക്ക് ലെഷർ ടൈം ഉള്ളത്, ക്യാൻറ്റീന്, ഇവരെല്ലാം ഒന്നെങ്കിൽ പാട്ട് പാടും, സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, അഭിനയിക്കണമെന്നുണ്ട്, നാടകത്തിൽ നിന്ന് ചെയ്തിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അജു ചേട്ടനെ ഇൻട്രൊഡക്ഷൻ ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ഥിരം പോലീസ് സിനിമയിൽ കാണുമ്പോഴുള്ള സൂപ്പർ അങ്ങനത്തെ പരിപാടികൾ പൊളിക്കാമെന്ന് വെച്ചു. ഈ നോർമൽ മനുഷ്യന്മാരെ പോലെ, കാരണം ഇവരുടെ പണി ആക്ച്വലി ഭയങ്കര കഷ്ടമാണ്. ഈവൻ ആ യൂണിഫോം, അതിൻ്റെ ഡ്രസ്സിൻ്റെ കട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് ഇട്ട് ഇവർ മറ്റേ വെയിലത്ത് പോയി നിൽക്കുന്നത് തന്നെ ഭയങ്കര സംഭവമാണ്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അവരെ പോയി കണ്ട് സംസാരിച്ചു. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോയി കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ കുറേ പേരെ അങ്ങനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴേ നമ്മൾ തീരുമാനിച്ചു ഇങ്ങനത്തെ നോർമൽ മനുഷ്യന്മാരെ പോലുള്ള ആൾക്കാർ മതി എന്നുള്ള സംഭവം കൊണ്ടുവന്നു. പിന്നെ ഫസ്റ്റ് സീസൺ ഈ പറഞ്ഞ പോലെ പോലീസ്, കാരണം അതിൻ്റെ ക്യാരക്ടേഴ്സിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്ത് വിനുവിൻ്റെ മറ്റേ ഫുഡിൻ്റെ സംഭവം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ സെക്കൻഡ് വന്നപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അത് അധികം വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു. ചെറുതായിട്ട് മതി, കാരണം നമ്മൾ ഓൾറെഡി അത് കാണിച്ചു. തിരിച്ചു വരുമ്പോൾ, കാരണം ഇതിനകത്ത് ആക്ച്വലി നമുക്ക് കേസ് അത്യാവശ്യം കുറച്ചുകൂടി ഇൻറ്റൻസും മൾട്ടി ലെയേഴ്സും ഉണ്ടല്ലോ. അതിനകത്തെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, സിംഗിൾ പ്ലോട്ടായിരുന്നു. ഷിജു ഉണ്ടോ ഇല്ലയോ, ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സോ വന്നാലും ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ നോബിളിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പ്രവീണിൻ്റെ ആണെങ്കിലും സംസാരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ വിനുവിൻ്റെ നമുക്കറിയാവുന്ന ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യും ഫുഡിൻ്റെ എന്തെങ്കിലും വരുമോ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ വെക്കുമായിരുന്നു. ഇവൻ എനിക്ക് തോന്നുന്നു ലാലിന്റെ ഒരു അമ്പിളിരാജുവിനെ കാണുന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, വർക്ക് പ്രഷർ, അങ്ങനെ മീഡിയ അറിഞ്ഞുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൽ ചോദിച്ചൊരു ജൂൺ മധുരം, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു ചോദ്യം. ഇപ്പം ജൂൺ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അത് ഹിറ്റാവുന്നു, ഇൻഡസ്ട്രിയിലാകുന്നു. പക്ഷെ സമീപകാലത്ത് അതിൻ്റെ അകത്തുള്ള ഒരു സീനൊക്കെ വെച്ചിട്ട് ട്രോളുകൾ, അസുരാഗ്യാങ്ങിന്റെ ട്രോളുകൾ, സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത്തരം ട്രോളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ, ശ്രദ്ധിച്ചാലും ഞാൻ അതിൻ്റെ അടിയിൽ എൻ്റെ കമന്റ് ഉറപ്പായിട്ടും കാണും. ഞാൻ കൊന്നേച്ച് പോടാന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. അത് വേറെ ഒന്നുമല്ല, കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ അതായത് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഓരോ സിനിമ കഴിയുമ്പം ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ജൂൺ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ സ്കൂൾ ലൈഫ് എനിക്ക് പിന്നെ കാണാം. ആ സ്കൂൾ പോർഷൻ എനിക്ക് പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ ചില സിനിമയിലൊക്കെ ഇപ്പം മുതലും നീ മുഴുവൻ നീ എന്നൊക്കെ പടത്തിലെ സ്കൂൾ പോർഷൻ കാണുമ്പോൾ ഞാൻ കോപ്പ് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അപ്പം അത് എനിക്ക് എന്തായാലും അത് ഉണ്ടാവും. അപ്പം അസുരാഗ്യ, ഇപ്പം ഞാൻ CBSE പഠിച്ചത്. ഇപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾ ഇറങ്ങിയപ്പോൾ എനിക്ക് അസൂയ വന്നിട്ട് പറ്റുന്നില്ല. കാരണം എന്ത് രസമായിട്ട് ഇവർ ചെയ്തത്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തന്നെ ഫെയർവെല്ലിൽ കൊണ്ടുവരണം. അതുകൊണ്ട് എനിക്ക് ചെറിയ പിള്ളേരെ വെക്കാൻ പറ്റത്തില്ലായിരുന്നു ജൂൺ ചെയ്യുമ്പോൾ. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പടം ചെയ്ത് എനിക്ക് ഉറപ്പാണ് അത് ഭയങ്കര ഇതാവും.
അപ്പം അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ തിരിഞ്ഞ് ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഇവരിത് കാണുമ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഭയങ്കര എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുക. ഈവൻ അത് അഭിനയിച്ച അവന്മാരും ഇത് കണ്ടുപോയിക്കുക തീർന്നു എന്ന് പറഞ്ഞ് ഇവന്മാരും അയച്ചു തരും. അത് ഭയങ്കര ഇതായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് +1 വരുന്ന ടീം അങ്ങനെ ഗ്യാങ് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനിത് ചെയ്ത ശരിക്കും ഞാൻ CBSE പഠിച്ചത്. നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു CBSE ഞാൻ കണ്ട സംഭവങ്ങളും ക്യാരക്ടേഴ്സുമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഫസ്റ്റ് പടത്തിൽ തന്നെ. കാരണം എത്ര ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായാലും പണ്ട് സ്കൂളിൽ പഠിച്ചവരാണ് ഇപ്പോഴും റിയൽ ആയിട്ട് ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്, 3-4 അങ്ങനത്തെ ആൾക്കാർ. അപ്പം നമ്മൾ പഠിച്ച സമയത്ത് അങ്ങനത്തെ ഒരു ഗ്യാങ്ങും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പടം വരുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുമല്ലോ. അങ്ങനെ വന്ന സംഭവമാണ് ജൂൺ. എനിക്ക് കണ്ടിഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് അഹമ്മദ് എന്ന ഡയറക്ടറോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നത് മധുരം കാണുന്നതിനാണ്. ഒന്ന് ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവിടെ ആ ബിരിയാണിനെ കുറിച്ച് പറയുന്നു. അതും ഇവൻ അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വിഷമം ഉണ്ടാവുന്ന സീനുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ആ ഭക്ഷണം പോർഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ എങ്ങനെയാ, ഫുഡിയാണോ? അയ്യോ ആണോ? ഞങ്ങളെല്ലാവരും അതെ. ഫുഡ് ഭയങ്കര അത്. ഞാനിപ്പം എക്സാമ്പിൾ ഈ ക്രൈം ഫയൽസ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നൈസായിട്ട് ഒരു കട്ടൻ ചായ കൊണ്ട് വെച്ചാലും ഒരു എന്തെങ്കിലും ഒരു ഫുഡിന്റെ എലമെന്റ് അറിയാതെ സംഭവിച്ചു പോകുന്നത്. അപ്പം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നെ കളിയാക്കും തുടങ്ങി. ഇക്കാൻ്റെ ഫുഡ് ഡൈനിങ് ടേബിൾ സീനാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മധുരത്തിൽ അത് വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിരിയാണി കട എനിക്കറിയാം. അവിടെയാണ് നമുക്ക് വേറൊരു എലമെന്റ് ഉള്ളത് സിനിമയുടെ. ആ 20 മിനിറ്റിലാണ് പടത്തിന്റെ ഇതുള്ളതെന്ന് അറിയാം. അപ്പോൾ ഇവരുടെ ലവ്, കാരണം അത് കുറച്ചുകൂടെ മെച്യൂർ 35-40 വയസ്സുള്ള ആൾക്കാരുടെ ലവ് ആണ്. അപ്പോൾ അത് ചുമ്മാ അവർ കണ്ട് പ്രേമിക്കുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വർക്കാകത്തില്ല. അതിനൊരു എക്സ്ട്രാ എലമെന്റ് വേണം. അപ്പോൾ ഫുഡിലൂടെ കൊണ്ടുപോകാം. അങ്ങനത്തെ രീതിയിൽ ആലോചിച്ച് അതിലോട്ട് വന്നതാ. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. തമിഴൊരു ആർട്ടിസ്റ്റ്, എനിക്ക് പേര് ഓർക്കാൻ കഴിയുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു സംഭവം. പിന്നെ എനിക്ക് അവരോട് അസൂയ തോന്നി. മറ്റേ സച്ചിൻ മൂവിയുടെ ഡയറക്ടർ അത് വിജയുടെ. നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങളിൽ നിന്ന് അവർ സിനിമ ഉണ്ടാക്കുന്നു. ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാവരും കണ്ട ആ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പം ബാഹുല് സിനിമാറ്റോഗ്രാഫറാണ്. ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞങ്ങൾ പണ്ടേ ഫ്രണ്ട്സാണ്. സിനിമയിൽ എത്തിയിട്ട് ഫ്രണ്ട്സായല്ല, സിനിമയിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അന്ന് തന്നെ ഞാൻ നമുക്ക് പറഞ്ഞു നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച് ഒരു അഹമ്മദിന്റെ അസുര ഗ്യാങ്ങിലുള്ളതായിരുന്നു. ചെന്നൈയില് പുള്ളി പഠിച്ച് പാസ് ഔട്ടായ ഇന്റേൺഷിപ്പ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പിന്നീട് PG പഠിക്കാൻ പോയിരുന്നത്. പുള്ളി അപ്പോൾ പാസ് ഔട്ട് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അറിയാലോ, ഒരു കോളേജ് കൾച്ചർ വെച്ചിട്ട് എങ്ങനെയായാലും പാസ് ഔട്ട് ആയ ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് മാറുമല്ലോ. അപ്പം അന്നോട്ടെ അറിയുന്ന ആൾക്കാരാണ്. കിഷ്കിന്ധയിലാണല്ലോ സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റിലേക്ക് ഇപ്പം ബാഹുലിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതും, അല്ലെങ്കിൽ കഥ എഴുതാവോ എന്നുള്ളൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാഹുൽ അപ്പം എഴുതുന്ന സാധനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയുടെ ഡിസ്കഷനും കോവിഡ് സമയത്തൊക്കെ ഡിസ്കഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കിഷ്കിന്ധാനത്തിന്റെ സ്ക്രിപ്റ്റ് ആക്ച്വലി കോവിഡ് സമയത്ത് ബാഹുൽ എനിക്ക് വായിക്കാൻ തന്നെ. അപ്പോൾ അറിയാം, അതല്ലാതെയും വേറെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുമുണ്ട് ബാഹുൽ എഴുതിയത്. അപ്പം നമുക്കറിയാം ബാഹുൽ എഴുതും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ കറക്റ്റ് ടൈം അപ്പൊ ആ സമയത്ത് മധുരം ചെയ്യുന്നു ഓൾറെഡി ഇതായിരുന്നു. പിന്നെ നമ്മളല്ലാതെ ബാഹുല് ക്യാമറ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ ആന്റണി സോണി എന്ന് പറഞ്ഞ പുള്ളിയുടെ പടത്തിൽ നമ്മൾ അങ്ങനെ പ്രീ തുടങ്ങിയതാ. അപ്പോൾ കോവിഡായി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതി അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ക്രൈം ഫയൽസിന്റെ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റിന്റെ റൈറ്റർ ആണെങ്കിൽ അവൻ മാരേജ് അതിന്റെ പേഴ്സണൽ കാര്യത്തിൽ തിരക്കിൽ പോവുക. അപ്പോൾ എനിക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവന്റെ അടുത്തേക്ക് പോവാം. അന്ന് കിഷ്കിന്ധ ഇറങ്ങിയിട്ടില്ല. ഇവൻ ജസ്റ്റ് ഷൂട്ടിന്റെ ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഹുൽ എഴുതട്ടെ, നമുക്കപ്പം നോക്കാം. പിന്നെ ഇവന് ഫ്രീഡം കൊടുക്കാം, ഒരു സാധനവും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യേണ്ട, അവൻ എഴുതിയിട്ട് വരട്ടെ എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് എത്തുന്നത്. എന്താണ് നെക്സ്റ്റ് പദ്ധതി? ഇപ്പം ബാഹുലിന്റെ സെക്കൻഡ് സ്ക്രിപ്റ്റുള്ള ദിഞ്ചിത്തുമായിട്ട് ഉള്ള പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. എന്താണ് അതിനിപ്പം പറയാൻ പറ്റുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഷൂട്ടിംഗ് കഴിഞ്ഞു, 18-ാം തീയതി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ പോസ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. റിലീസ് ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. എന്നാലും കഴിയുന്ന വേഗത്തിൽ എല്ലാം ചെയ്യണം എന്നുണ്ട്, ചെയ്ത് തീർക്കണം എന്നുണ്ട്. ബാക്കിയൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചേക്കണം നമ്മൾ പടിപടിയായിട്ട്. ഹീറോ ആയിട്ട് വരുന്ന സന്ദീപ് പ്രദീപ്. അഹമ്മദിന്റെ എന്താണ് സീരീസ് തന്നെയാണോ വരുന്നത്, അല്ലെങ്കിൽ അല്ലല്ല, ഇനി എന്തായാലും തിയേറ്റർ പടം ഇപ്പൊ 2 സിനിമ ജൂൺ മാത്രമാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. ബാക്കിയെല്ലാം OTT-ലായിരുന്നു. സോ തിയേറ്റർ ഫിലിം ചെയ്യാൻ തന്നെയാണ് മാക്സിമം നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഇങ്ങനെ അർജുൻ ദാസ് എന്ന് പറഞ്ഞ തമിഴ് ആക്ടർ, അവൻ അർജുനുമായിട്ടൊരു മൂവി ഇങ്ങനെ കമ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഡേറ്റ്സ് ഒന്നും കൺഫേം ആയിട്ടില്ല. അതിന്റെ ഒരു പ്രീ വർക്കൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പയ്യെ അതിലേക്ക് കിടക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ ക്രൈം ഫയൽസിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇതിന്
തുടർച്ചകൾ ഇനി അടുത്ത സീസണുകൾ ഉണ്ടാവുമോ, അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഈവൻ ഇപ്പം സെക്കൻഡ് സീസൺ ഇറങ്ങിയ സമയത്തും അത് ആളുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? സാധ്യത എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടും. നമ്മളിപ്പം ഇത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ സംസാരം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ റിലീസിന് മുന്നേ പ്ലാറ്റ്ഫോം ആക്ച്വലി നമ്മളെടുത്ത് 3യുടെ കാര്യം സംസാരിച്ചായിരുന്നു തുടങ്ങണം. അപ്പം നമ്മളാണ് പറഞ്ഞു ഓക്കെ നമ്മളൊരു മൂവി ചെയ്യട്ടെ. ആൻഡ് നമ്മൾ 1 ഇറങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞു ആദ്യം ഇത് ഇറങ്ങട്ടെ, ആൾക്കാർ എന്താണ് പറയുന്നത് അത് നോക്കിയിട്ട്, കാരണം അത് കാരണമാണല്ലോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത്. സോ എന്തായാലും 3 നമ്മൾ അങ്ങനെ ഡിസ്കഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് സിനിമ തിയേറ്റർ ഫിലിംസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. സിനിമ സ്വപ്നം കാണുന്നത് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ ജസ്റ്റ് ഒരാളെ പഠിച്ചാൽ പോലും സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുള്ള. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ. ഒന്ന്, ഒരു സീരീസ് എഴുതുന്ന സമയത്ത്, ഒരു പ്ലാറ്റ്ഫോമിന് സീരീസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് പിച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യം, പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. പിച്ചിങ് നമ്മൾ ആദ്യത്തെ ഇത് നമുക്ക് അവിടെ നിന്ന് കോള് വന്നതാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഫിലിമിലും ചെയ്ത ആൾക്കാർക്കാന്ന് തോന്നുന്നു അവസരം കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബാനറോ ഷോ റണ്ണറോ അല്ലെങ്കിൽ റൈറ്ററോ അത്ര ഫേമസ് ആണോ എന്ന് തോന്നുന്നു. അല്ലാതെ വെബ് സീരീസ് ഓണാകാൻ ആക്ച്വലി പാടാം. ഇപ്പം സോണിയിലും ജിയോ ഹോട്ട്സ്റ്റാറും മാത്രമേ ആക്ച്വലി ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചെയ്തതാണേലും അവരുടെ ഇപ്പം നമ്മുടെ ആക്ച്വലി കഴിഞ്ഞ ഏപ്രിലിൽ ഷൂട്ട് തീർന്നത്, ലാസ്റ്റ് ഏപ്രിൽ ഓണത്തിന് റിലീസ് ആവേണ്ടായിരുന്നു. പക്ഷേ ഈ മെർജിൻ കാര്യങ്ങളൊക്കെ വന്നപ്പം ഡിലേ ആയതാ. അപ്പൊ അതുപോലെ അവരുടെ ഇനി ഒരു 4 ഇറങ്ങാൻ കിടക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു, സോണി ലിവിൽ അതുപോലെ തന്നെയാന്ന് തോന്നുന്നു. അപ്പം വെബ് സീരീസ് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ടഫാന്ന് തോന്നുന്നു. ഇനി പുതിയൊരാൾക്കാർ വന്നാൽ പറഞ്ഞ് കയറാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സ്ക്രിപ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ നേരത്തെ ബാബുൽ പറഞ്ഞ പോലെ ഇതിന് ഫോർമാറ്റ് നമ്മളിത് കണ്ടേ പരിചയമുള്ളൂ, അത് എഴുതിയിട്ടില്ല. പിന്നെ നമ്മുടെ ആഗ്രഹമാണല്ലോ. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ ഇപ്പോൾ ക്ലിഫ് ഹാങ്ങേഴ്സിനെ കുറിച്ചൊക്കെ, അത് നമ്മളിങ്ങനെ ആലോചിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ അടുത്ത എപ്പിസോഡ് കാണാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ തന്നെ വേണമെന്നുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു. ബാബുൽ എഴുതി നമ്മളായിട്ട് ഡിസ്കഷൻ ചെയ്ത് ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയാണ് നറേറ്റ് ചെയ്തത്. സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് പോയി നറേറ്റ് ചെയ്തത്. വിഷ്വൽ വരുന്ന സമയത്ത് എന്തെങ്കിലും, ഇപ്പം ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, അതിൽ ബ്രാൻഡുകളുടെ പേരുകൾ അത് ഇഷ്ടം പോലെ ഉണ്ട്. വരാൻ പാടില്ല. ലോഗോസ് നമ്മൾ കുറെയൊക്കെ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ശ്രദ്ധിച്ച് മാറ്റും. ഇനി അതിൽ മിസ്സായി പോകുന്ന സാധനങ്ങൾ CG-യിൽ നമ്മൾ മാറ്റും. എന്തെങ്കിലും ലോഗോസ്, എക്സാമ്പിൾ ഒരു മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് 10 നമ്പർ പറ്റില്ല, അതൊരു 8 9 ആക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ബ്രാൻഡിങ് പറ്റില്ല. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു ഇയോൺ കാർ, ശരിക്കും ഹുണ്ടായി ഇയോൺ ആണ്, അതിന് നമ്മൾ ഇയോൺ എന്ന് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് റിയോൺ എന്നാക്കിയത്. ഹുണ്ടായുടെ H എന്നുള്ള ലോഗോ നമുക്ക് CG-യിൽ റിമൂവ് ചെയ്യേണ്ടതെന്ന്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഈ OTT ടീം കാണുമല്ലോ, അപ്പം അവർ കണ്ടു കഴിഞ്ഞിട്ട് സജഷൻസ് ഇപ്പം അങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് ആക്ച്വലി. അവരുടെ ഭാഗത്ത് ഇത്, പക്ഷെ നമുക്കും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, നമുക്ക് പറയാം അവരിങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ല, നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ് എന്നുള്ള രീതിയിൽ കാണും, പറയും. അപ്പം നമുക്കൂടെ അത് വാലിഡ് ആയിട്ട് തോന്നിയാൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ ഈ സീൻ ഇത്ര ഡ്യൂറേഷൻ വേണോ അങ്ങനത്തെ രീതിയിൽ. പിന്നെ അവരെല്ലാം ഇപ്പോൾ ഒരു അൽഗോരിതം ഫോളോ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് എത്ര നേരത്തിൽ ആൾക്കാർ കാണുന്നുണ്ട്, എപ്പം നിർത്തിയിട്ട് പോകുന്നു, ഇതൊക്കെ അവരിപ്പം ജിയോ വന്നതോടെ അത് നോക്കുന്നുണ്ട്. സോ അവർക്ക് ആ ഒരു ടെൻഷനുണ്ട്, കാരണം ഈ സാധനം ഇത്രയത്തിൽ ആൾക്കാർ പോവുമോ അങ്ങനത്തെ ഡിസ്കഷൻ. അപ്പം നമുക്ക് അതൊന്നും ആലോചിച്ച് എഴുതാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം വെച്ച് പോവാന്നുള്ള ഇതേ ഉള്ളൂ. അങ്ങനത്തെ അൽഗോരിതം ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ബാഹുലിൻ്റെ എഴുത്തുകളൊക്കെ എങ്ങനെ പോകുന്നു? എഴുപ്പം സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു, എഴുത്തിലേക്ക് കടന്നു. ഞാൻ തമാശയായിട്ട് നേരത്തെ ചോദിച്ച പോലെ അഭിനയത്തിലേക്കോ സംവിധാനത്തിലേക്കോ ഒക്കെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താ ചിന്തകളില്ല, ഉള്ളതൊക്കെ വെച്ച് കഞ്ഞി പിടിച്ചു പോവാ. അല്ല, ഇനി അങ്ങനെ വലിയ ലോങ് ടേം പ്ലാനുകളോ അങ്ങനെയൊന്നും ഇല്ല, ആംബിഷൻസ് ഒന്നും ഇല്ല. ഇനി പറഞ്ഞാൽ എഴുതാൻ പറ്റുമെന്ന് അതൊന്നും അറിഞ്ഞൂടാ. എനിക്കിത് ഇപ്പം എഴുതാൻ പോകുമ്പോൾ പോലും ഇത് എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പറയുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല. സിനിമാറ്റോഗ്രഫി എന്തായാലും ചെയ്യും. എഴുതാൻ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ശ്രമിച്ചു നോക്കും. അത് കംപ്ലീറ്റ് ആയി. ഇതൊക്കെ ഏറ്റെടുത്തപ്പോൾ എനിക്കുള്ള പ്രഷർ അതായിരുന്നു. പ്രഷറല്ല, മറ്റു വെച്ചപ്പോൾ കിഷ്കിന്ത ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ സിനിമ ആയാലും ഇത് ഞാൻ എഴുതി തീരുന്നവരെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് കംപ്ലീറ്റ് ആയാൽ മാത്രം അത് പുറത്തൊരാൾക്ക് വായിക്കാൻ കൊടുക്കാൻ ഉള്ളൊരു പാങ്ങുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ആർക്കെങ്കിലും കൊടുക്കാം. ഇല്ലെങ്കിൽ അത് എന്നോട് കൂടി മണ്ണിലയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളത് ശ്രമം നടത്തുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് ഓൾറെഡി പ്രൊജക്റ്റ് ഉണ്ട്.
പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഹോട്ട്സ്റ്റാർ അഹമ്മദ്ക്ക് അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അഹമ്മദ്ക്ക് എൻ്റെ അടുത്ത് ഇതിൻ്റെ കാര്യം പറയണം, ഈ പറഞ്ഞൊരു ഫുൾ ഫ്രീഡം എടുത്തോ, ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരണം, അതിന് അവർ ത്രൂ ഔട്ട് അല്ലെങ്കിലും ക്യാമിയോ പോലെ വന്നു പോയാലും മതി, അങ്ങനെയുള്ളൊരു പരിപാടി, നീ ഫുൾ ഫ്രീഡം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുകയാണ്. അപ്പോൾ എപ്പോഴാണ് പിച്ച് ചെയ്യേണ്ടത്? ഞാനിത് ഇവിടെ ഏറ്റെടുക്കണ 2024 സെപ്റ്റംബറിലാണ് ഈ പറഞ്ഞ കൊട്ടേഷൻ ഏൽപ്പിക്കണത്. അപ്പോൾ ഒക്ടോബറിൽ ഇവിടെ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് പിച്ച് ചെയ്യണം, ഐഡിയ പിച്ച് ചെയ്യണം. അത് അഹമ്മദ്ക്ക് അവർ കൊടുത്ത ഡേറ്റ് ആണ്. അപ്പോൾ ഐഡിയ മാത്രം പിച്ച് ചെയ്താൽ മതി. ആക്ച്വലി ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അഹമ്മദ്ക്ക് പോയിട്ട് അവരുടെ അടുത്തൊരു ഐഡിയ പിച്ച് ചെയ്താൽ മതി. അത് അവർക്ക് ഓക്കെ ആവുകയാണ്, ഗ്രീൻ ലിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിന് പിന്നെ കിട്ടും, 2-3 മാസങ്ങളൊക്കെ കിട്ടും. എനിക്കിതാ പ്രശ്നം, എനിക്ക് ഐഡിയ ഉണ്ടാവില്ല, എനിക്കങ്ങനെ ആലോചിച്ച് കഥ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഇത് എഴുതി നോക്കിയാൽ തന്നെ ഇത് കഥയാകുമോ, ഇത് എന്താണ് ആകാൻ പോണത് എനിക്ക് പോലും അറിയുള്ളൂ. അപ്പോൾ ഈ 1 മാസത്തിനുള്ളിൽ വേണം ഇതൊക്കെ സംഭവിക്കാനും. അപ്പോൾ ആ 1 മാസത്തിൻ്റെ ഇടയിലാണ് ഞാൻ കൊട്ടേഷൻ എടുത്തിട്ട് ഞാൻ പോണേ. അപ്പോൾ ഈ പറഞ്ഞൊരു അഹമ്മദ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പ്രഷർ എടുക്കണ്ട, സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ്സിന് നമുക്ക് 4-5 മാസങ്ങൾ കിട്ടും, നീ ഇപ്പോൾ ഒരു ഐഡിയ മാത്രം എന്തെങ്കിലും ആലോചിച്ച് ഡെവലപ്പ് ചെയ്താൽ മതി, ഒരു ഐഡിയ കിട്ടി അത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പറഞ്ഞു വെക്കാം. നിൽക്കാം, അതാണ് പ്രശ്നം, എനിക്കങ്ങനെ ഐഡിയ ഇല്ല, എഴുതി നോക്കിയാലേ അറിയുള്ളൂ. അപ്പം ഞാനിത് എന്നിട്ട് വീട്ടിൽ പോയി. ഞാൻ ഒന്നും വിചാരിക്കരുത്, എന്നെ കുറച്ച് സെക്കൻഡ് വിളിച്ചാൽ കിട്ടില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുങ്ങി വീട്ടിൽ പോയി, ഒളിവിലിരുന്നിട്ട് എൻ്റെ സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഞാൻ കണക്കാക്കുന്നത് ഞാനിത് മൊത്തം എഴുതി കഴിഞ്ഞിട്ട്, അപ്പോഴും അറിഞ്ഞൂടാ എന്തെഴുതാൻ പോണെന്നുള്ളത്, ഇനി ഇത് എഴുതി കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു മേ ബി കുറച്ച് ദിവസം എടുത്തിട്ട് അഹമ്മദ്ക്ക് എടുത്ത് കൊണ്ട് പോകുമ്പോൾ അഹമ്മദ്ക്ക് ഇത് വർക്കായില്ലെങ്കിൽ, ഇതല്ല ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ സമയമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയേക്കണേ. കാരണം പുള്ളിക്ക് ഞാൻ നല്ലത് കൊടുത്താലും മോശം കൊടുത്താലും ഹോട്ട്സ്റ്റാർ കൊടുത്തിരിക്കുന്ന ഡേറ്റിന് പുള്ളി പ്രസന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അഹമ്മദ്ക്കയുടെ സമയം നഷ്ടപ്പെടുത്തരുത്. പിന്നെ പുള്ളിയും പെട്ടു, ഞാൻ കൊണ്ടുപോയ സാധനം അഹമ്മദ്ക്ക് വർക്കായില്ലെങ്കിൽ ഓൾ ടുഗദർ ഇനി പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാനുള്ള സമയം കുറയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ ബാക്കിയുള്ള ആളെ പോലെ ഇപ്പൊ ബാക്കി നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ കുറച്ച് 1 ലൈൻസ് പറയുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഇതൊക്കെയാണ്. ഇതൊന്നുമില്ല. ഇവനോട് ഇപ്പം ഇടയ്ക്ക് ഒരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പോയി കഴിഞ്ഞ ഒരു വിവരമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവൻ എഴുതാൻ എപ്പോഴാണോ അതിൽ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മെയിലിലേക്ക് സ്ക്രിപ്റ്റ് വരും. ഇപ്പം വന്ന് കഥ പറഞ്ഞു തരത്തുമില്ല, ഇത് വായിച്ചോണം നമ്മൾ. അപ്പൊ നമ്മളത് വായിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. വെറൈറ്റി. അതെ, ഇച്ചിരി ഡിഫറെന്റ്. അത് ഇതിന്റെ ഇടയിൽ ഇൻബിറ്റ്വീനുള്ള പരിപാടികളാണ്. ഈ പറഞ്ഞൊരു എഴുതാൻ, ഈ പറഞ്ഞ അമ്പിളി ബസ് സീൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പോലും കഥ എന്താണെന്നോ അമ്പിളി രാജുവിന് വേണ്ടിയിട്ടുള്ള സെർച്ച് ആണെന്ന് അതൊന്നും തീരുമാനമൊന്നുമില്ല. ഒരു പേര് തോന്നി, അമ്പിളി രാജു, ആ ബസ്സിൽ ഇങ്ങനെ ഒരാളെ കോടതി കൊണ്ടുവന്നു, അതിനിടയിൽ കശവിശ, അത്ര ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. അതിനിടയിൽ എപ്പോഴോ ഫോൺ, ഞാൻ വൈകുന്നേരം എപ്പോഴെങ്കിലും 2 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വൈകുന്നേരം ഫോണൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുകയായിരിക്കും, ആ ടെൻഡൻസി പോലും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എടുത്തിട്ട് നോക്കുമല്ലോ, അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ബുക്ക് ഷെൽഫിന്റെ പുറകിലൊക്കെ മറച്ചു വെക്കും. എന്നിട്ട് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഏതോ ഒരു ദിവസം ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ അമ്മതൊക്കെ തുരുതുരാ വിളിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് എക്സൈറ്റ്മെന്റ്. എന്നിട്ട് ഞാൻ വിളിച്ചു അതൊക്കെ ഒന്നുമില്ല, ഇന്ന് പെട്ടെന്ന് ഹോട്ട്സ്റ്റാറിൽ നിന്ന് വിളിച്ചിട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് ചെല്ലാം. അപ്പൊ ഞാൻ എന്താ നിന്റെ സ്റ്റാറ്റസ്, നീ ഏത് വഴിക്കാ പോണതെന്ന് അറിഞ്ഞോണ്ടല്ലോ, അപ്പൊ നീ എന്തെങ്കിലും ഒരു ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാന്ന് എഴുതി വിളിച്ചതാണ്. നിന്നെ വിളിച്ച് കിട്ടിയതുമില്ല. ഞാൻ പിന്നെ അവിടെ പോയിട്ട് ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതായിരിക്കും, വലിയ റിച്ച് ലെവലിലുള്ള സോഷ്യൽ സ്ട്രാറ്റയിലുള്ള ആൾക്കാരുടെ ആയിരിക്കില്ല. അങ്ങനെ രീതിയിലാണ് അവിടെ ഇവിടെയും തൊടാണ്ട് പറഞ്ഞിട്ട് അമ്മക്ക് പറഞ്ഞു, എടാ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ മാറ്റാൻ പറ്റൂല. ഞാൻ ഉദയനാരായണ നേരത്തിലെ മുകേഷിനെ പോലെ വരും, നല്ലൊരു സാധനം അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അതിപ്പോ പറയാൻ പറ്റില്ല, പിന്നീട് റിവീൽ ചെയ്യാം. നിങ്ങൾ ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ലൊക്കേഷൻ സ്പെസിഫിക്കേഷൻ ഉണ്ട്, കഥയോ ഒന്നും നോക്കാതെ. ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോ അതിനകത്തൊരു ലൊക്കേഷനെ കുറിച്ച് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ ഇത് എങ്ങനെയും വരണോന്നൊരു സംഘം അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ ഇവൻ അയ്യോ അതെങ്കിലും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കഥ ഇപ്പൊ തിരുവനന്തപുരത്ത് എങ്ങനെ അവിടെ എത്തുമെന്ന് അറിയത്തില്ല. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവന്റെ ഒരു മെസ്സേജ് വന്നു, എത്തി ആ സ്ഥലത്ത്. അപ്പൊ എനിക്ക് ഓക്കെ അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, നമുക്കത് കഥ അതിലും നല്ലതാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിക്കാമല്ലോ നറേഷന്. പക്ഷെ അവൻ അതും വരുത്തിച്ചു. ആക്ച്വലി രണ്ടുപേരോടും കോമൺ ആയിട്ടുള്ള ചോദ്യം, ഇപ്പം കിഷ്കിന്ധ ഫസ്റ്റ് ഇറങ്ങുന്നു, ജൂൺ ഇറങ്ങുന്നു, ഇതുവരെ പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന റെസ്പോൺസ് കാര്യങ്ങൾ എന്നുള്ളത്. ഇവൻ കിഷ്കിന്ധ ഇറങ്ങുന്ന സമയത്ത് ഞാനടക്കം ചോദിച്ചിട്ടുണ്ട്, ഇവരെന്തിനാ ഓണത്തിന് ഇറക്കുന്നത് എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇറങ്ങി കഴിഞ്ഞിട്ട് വരുന്ന റെസ്പോൺസ് അതുവരെ പരിചയമില്ലാത്തൊരു സാധനമാണല്ലോ നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഇന്നലെ ഇവരോട് ചോദിക്കുക, എടാ ഇത് എനിക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ട്, ഇത് എങ്ങനെ എൻജോയ് ചെയ്യുന്നത്?
സത്യമായിട്ടും അജിത് അറിയത്തില്ല. ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് അതെ. ഫോൺ വിളിച്ചിട്ട് പറയാം നിങ്ങൾ എൻജോയ് ഈ ചെയ്യണം. മൊമെന്റ് എൻജോയ് Enjoy ഓക്കെ ചെയ്യണം. Okay ടാ. എങ്ങനെ ഇപ്പൊ എൻജോയ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും വിളിക്കുന്ന ഒരു നമ്മുടെ മഹേഷ് ചേട്ടൻ തന്നെ എഡിറ്ററിന്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ആകെ നമ്മൾ പോയി ഫുഡ് കഴിക്കും അല്ലെ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണോ ചെയ്യാറ് അത് അത് തന്നെ തന്നെ ഈ ചെയ്യുന്നെ. സമയത്തും പക്ഷെ ഭയങ്കര ചെയ്യുന്നു സന്തോഷമുണ്ട്. ഉറക്കമില്ല, അത് കറക്റ്റ് ആണ്. 2 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നില്ല. ഈ കാരണം ഇത്രയും പെട്ടെന്ന് ഇത് റിവ്യൂസ് ഇങ്ങനെ വരുമെന്ന്, പിന്നെ നമ്മൾ ആലോചിച്ച കുറച്ച് കാര്യങ്ങൾ പ്രീ പ്രൊഡക്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതിനെ ഏത് ലെവലിൽ എൻജോയ് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ സൂപ്പർ പിന്നെ ഹാപ്പി. വേറെ ആൾക്കാരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകുന്ന പരിപാടികൾ. അതെ, അതായത് ഇതിനകത്തുള്ള അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും ഇൻഡിവിജ്വലി ഒരുപാട് അതെ. അപ്രീസിയേഷൻസ് വരുന്നുണ്ട്. ടെക്നിക്കൽ ടീമും അപ്പൊ അവർക്ക് പേഴ്സണലി അയച്ചു കിട്ടിയ മെസ്സേജസോ അല്ലെങ്കിൽ അവരായിട്ട് എവിടെയെങ്കിലും അവരെ കുറിച്ച് എഴുതിയായിട്ട് കണ്ടുള്ള കണ്ടന്റ്സും ഒക്കെ നമുക്ക് അയച്ചു തരും. അത് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരെ സന്തോഷം ഷെയർ ചെയ്യുന്ന നമുക്ക് സന്തോഷമാണ്, നമ്മുടെ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതെ, വരുമ്പോ ഇത് ഒരു 24 hours നമ്മൾ കാരണം ഒരു ഫുൾ ടീം വർക്കിന്റെ സംഭവം. കാരണം എല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും എടുത്തെടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട 3 ക്യാരക്ടേഴ്സിനെ കുറിച്ചും കൂടി ചോദിക്കണം എന്ന് വിചാരിക്കുന്നത്. ടോബി തന്നെയാണ് പേരെന്ന് തോന്നുന്നു. റോബി ഓക്കെ. പിന്നെ അങ്ങനെ കുറച്ച് പേര് ഉണ്ട്. നല്ല ഹൈ ബ്രീഡ് ഉണ്ട്. 2 പിന്നെ സ്ട്രീറ്റ് ഡോഗ്സും ഉണ്ട്. ഇവരെങ്ങനെയാണ് ചൂസ് ചെയ്തത്, എങ്ങനെ അഭിനയിപ്പിച്ചത്? കാരണം അതിലെ ചില സീനുകളിൽ അവർ അഭിനയിക്കണല്ലോ, അതെ, അതെ. പർട്ടിക്കുലർലി അവർ അഭിനയിക്കണല്ലോ ആ സാധനം. എങ്ങനെ ചെയ്തു? അതതിന്റെ ട്രെയിനർ Trained dogs ആണ്. ട്രിവാൻഡ്രത്തുള്ള ജിതേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ, ജിതേഷ് മാസ്റ്റർ എന്ന് തന്നെയാണ് ഞാൻ അതെ. ഫോണിൽ സേവ് Save ചെയ്തത്. ഞാൻ എല്ലാവർക്കും പ്രചരിപ്പിക്കുന്നത് ജിതേഷ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ആ പുള്ളി ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇതിനുള്ള കിട്ടുന്ന അതെ, എല്ലാ അതെ. അപ്രീസിയേഷൻസും. കാരണം പുള്ളി അത്ര എഫേർട്ട് എടുക്കും. പുള്ളിയുടെ ഐഡിയാസ് ഭയങ്കര ഉം. സ്പോണ്ടേനിയസ് ആയിട്ട് ഐഡിയാസ് ഉണ്ടാക്കും. ഉം. നമുക്ക് ഷോട്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഉം. അത് ഈ ഏത് മൃഗങ്ങളും ഒരിക്കലും അഭിനയിക്കില്ല. അവർക്ക് അത് റിയൽ ആയിട്ട് ചെയ്യാനേ അറിയുള്ളൂ. അപ്പോൾ അത് അവരെ കൊണ്ട് റിയൽ ആയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്യൂ കൊടുത്താലാണ് ഇതൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ അവരുടെ സൈക്കോളജി അറിഞ്ഞിട്ടാണ് ജിതേഷ് ചേട്ടൻ ഒരു ഐഡിയാസ് ഉണ്ടാക്കുക. അത് ഭയങ്കര രസമാണ് പുള്ളി ഇതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ളത്. നമ്മള് ആ ചെറിയ ബ്ലാക്ക് ഡോഗ് ഉണ്ടല്ലോ, ആ. അതിന് ഒരുപാട് കാലം ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. അതും ഈ സത്യം, പറഞ്ഞ- literally. അത് 2 ദിവസത്തെ training. അതിനെ കുറിച്ച് എന്തായാലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാം. അത് ആക്ച്വലി പറയേണ്ടതാണ്. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അത് റിവീൽ ചെയ്യാം. നമ്മൾ ഈ ജിതേഷ് ചേട്ടനെ എന്തായാലും അതെ. ഇതുപോലെ ഇന്റർവ്യൂസിന് മുന്നിൽ Interviews കൊണ്ടുവരണം നമ്മള് ഞങ്ങളുടെ ഭയങ്കര കൊണ്ടുവന്നിട്ട് ആഗ്രഹമുണ്ട്. കാരണം പുള്ളിയുടെ നമ്മൾ സ്റ്റോറീസ് തന്നെ കേൾക്കണം. ഇതെങ്ങനെയാന്നുള്ള സാധനം പറയണം നമുക്കൊരു ആഗ്രഹമുണ്ട്. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സീൻസ് ഓൾറെഡി പുള്ളിയോട് ഇതൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. പുള്ളി അതൊക്കെ ട്രെയിൻ ചെയ്യിക്കും. പക്ഷെ വന്നിട്ട് അത് ചെയ്യണമെന്നുമില്ല. അതിന്റെ മൈൻഡ്സ് ഇപ്പൊ നിയമനമില്ല, അത് അഭിനയിക്കണമെന്നില്ല. അതിനും കൂടെ അത് തോന്നിയാലേ ചെയ്യത്തുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലത് ബ്ലെസ്സിങ് ആണ്, വന്ന് ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ. അപ്പം നിങ്ങൾ രണ്ടുപേരെയും കയ്യിൽ നിന്ന് ഇനിയും ഒരുപാട് സിനിമകളും സീരീസുകളും മലയാളികൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും അസോസിയേഷനിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും ആശംസ. താങ്ക് Thank യു you സോ so മച്ച്. much. Thank you.